നമ്മൾ മലയാളികൾക്ക് വളരെ ദുഃഖകരമായ ഒരാഴ്ചയാണ് നേരത്തെ കടന്നുപോയത്. നമുക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ ലെജൻഡായ ശ്രീനിവാസൻ നമ്മളെ വിട്ടുപോയി. അപ്പോൾ ശ്രീനിവാസനുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രീനിവാസൻ എന്ന് പറയുന്ന നടനെയും എഴുത്തുകാരനെയൊക്കെ ആയിട്ട് കണക്റ്റ് ആവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ശ്രീനിവാസനെ കുറിച്ച് അദ്ദേഹം മരിച്ച സമയത്ത് ഒരുപാട് പേര് ശ്രീനിവാസൻ്റെ ഓർമ്മകൾ പങ്കുവച്ചിരുന്നു. അപ്പോൾ എനിക്ക് ശ്രീനിവാസൻ ഇതിലെ ഏറ്റവും ഒരു ഭയങ്കര എന്താ പറയുക, ഒരു ഭയങ്കര സ്പെഷ്യൽ എന്ന് തന്നെ പറയാം. കാരണം അദ്ദേഹം ഒരു ലെജൻഡാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ശ്രീനിവാസൻ എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം നമുക്കറിയാം, ഇപ്പോൾ മലയാള സിനിമയിൽ പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ഓരോരുത്തരും ഓരോ രണ്ട് ചേരിയിലൊക്കെ നിന്ന് നമുക്കറിയാം. പല ഇപ്പോൾ ദിലീപുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആണെങ്കിൽ തന്നെ ദിലീപിനെ അനുകൂലിക്കുന്നവർ, ദിലീപിനെ എതിർക്കുന്നവർ, അല്ലെങ്കിൽ ഓരോ ഇഷ്യൂസ് വരുമ്പോൾ നമുക്കറിയാം മലയാള സിനിമയിൽ WCC അല്ലെങ്കിൽ അമ്മ സംഘടന, ഫെഫ്ക എന്നൊക്കെ പറഞ്ഞ് സംഘടനാപരമായിട്ടുള്ള തർക്കങ്ങളൊക്കെ വരുമ്പോൾ പലരും പല ഗ്രൂപ്പുകളിലൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണാം. പക്ഷെ ഒരു ശ്രീനിവാസൻ്റെ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നിയത്, അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഇതിലൊരു ഗ്രൂപ്പ് ഒന്നും നോക്കാതെ എല്ലാവരും, അതായത് പരസ്പരം അപ്പുറത്തെ ചാനലിലോ അല്ലെങ്കിൽ മറ്റ് ഇതിലൊക്കെ പോരാടുന്ന ഒരുമിച്ച് അഭിനയിക്കാത്ത ആളുകൾ പോലും ശ്രീനിവാസനെ കാണാൻ അവിടെ വന്നിരുന്നു എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു അത് അദ്ദേഹത്തിന് കിട്ടുന്ന അതാണ് നമുക്കൊരു ലെജൻഡ് എന്നൊക്കെ പറയാവുന്നത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഏറ്റവും അടുപ്പുള്ളത് സത്യൻ അന്തിക്കാടാണ്. നമുക്കറിയാം, അദ്ദേഹം ആദ്യം അവസാനം വരെ ആ ഒരു ചടങ്ങിലൊക്കെ ഉണ്ടായിരുന്നു. സത്യൻ അന്തിക്കാടായാലും നമ്മുടെ മമ്മൂക്കയായാലും ലാലേട്ടനായാലൊക്കെ ഇവർക്കൊക്കെ എത്രത്തോളം പ്രിയപ്പെട്ടതാണ് ശ്രീനിവാസൻ എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. നമ്മൾ നേരിട്ട് പോയവരും അല്ലാതെ ചാനലിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനെ കുറിച്ചൊക്കെ പറയുമ്പോൾ തമാശ രൂപേണ ശ്രീനിവാസനും പ്രിയദർശനൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് അഭിനയിക്കാൻ ചെന്ന് തിരക്കഥകൃത്തായി മാറിയതാണ്. നമുക്കറിയാം, ശ്രീനിവാസൻ അഭിനയമാണ് പഠിച്ചത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രജനീകാന്തിൻ്റെ ഒക്കെ കൂടെയാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് പഠിച്ചത്. നടനാവാനാണ് നടന്നിരുന്നത്. പിന്നീട് ഈ പറയുന്ന കുറച്ച് അവാർഡ് സിനിമകളുടെയൊക്കെ അല്ലെങ്കിൽ ഓരോ ഓഫ് ബീറ്റ് സിനിമകളുടെയൊക്കെ ഭാഗമായി അതിലേക്ക് അഭിനയിച്ചൊക്കെ വന്ന് മേള എന്ന് പറയുന്ന ഒരു സിനിമയും മണിമുഴക്കം കുറേ സിനിമകളുണ്ട്. അങ്ങനെ പ്രിയദർശൻ്റെ സിനിമയിൽ ഈ ഓടരുത് അമ്മ വളരെ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ ചെന്നപ്പോൾ പ്രിയദർശൻ പറഞ്ഞു, എല്ലാം ഉണ്ട്, ഒരു സാധനം മാത്രമല്ല തിരക്കഥ ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റുമെങ്കിൽ അഭിനയിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അതിലെ എഴുത്തുകാരനായി മാറിയത്. പിന്നീട് ബോയിങ് എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചും കേട്ടിട്ടുണ്ട്. ബോയിങ്ങിൽ ഇതേപോലെ തന്നെ അകത്ത് ഷൂട്ട് ചെയ്യുന്നു, പ്രിയദർശൻ അകത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ശ്രീനിവാസൻ പുറത്തിരുന്നിട്ട് എഴുതുന്നു. ശ്രീനിവാസൻ എഴുതി കൊടുത്താലേ അപ്പുറത്ത് ഷൂട്ട് നടക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭയങ്കര റാപ്പോ ഇവർ തമ്മിലൊക്കെ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവരുടെയൊക്കെ ആ സിനിമകളുടെയൊക്കെ ഒരു വിജയം. പിന്നെ ശ്രീനിവാസൻ ഒരു ലെജൻഡ് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ കമൽ എന്ന് പറയുന്ന സംവിധായകൻ ചമ്പക്കുളം തച്ചൻ എന്ന് പറഞ്ഞൊരു സിനിമയെക്കുറിച്ച് പറഞ്ഞൊരു ഇൻസിഡൻറ്റ് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ചമ്പക്കുളം തച്ചൻ്റെ ഇവർ കഥയും കാര്യങ്ങളൊക്കെ ഇവർ ഒരുമിച്ചിരുന്നാണ് ഡിസ്കസ് ചെയ്തത്. ഇവർ ഒരുമിച്ച് അതിൻ്റെ ഒരു ഏകദേശം ഒരു വൺലൈനും കാര്യങ്ങളൊക്കെ ഒരു രൂപമാക്കി. അത് കഴിഞ്ഞ് ശ്രീനിവാസൻ വേറൊരു സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് ശ്രീനിവാസൻ പിന്നീട് ഷൂട്ടിൻ്റെ തലേ ദിവസം തിരിച്ച് ശ്രീനിവാസൻ വന്നു കഴിഞ്ഞപ്പോൾ ശ്രീനിവാസൻ അന്ന് പനിയാണ്. എന്നിട്ട് ശ്രീനിവാസൻ ഉച്ചയ്ക്ക് എന്തോ വന്നു, നേരെ പോയി കിടന്നുറങ്ങി. രാത്രി വന്നിട്ട് കമൽ പറഞ്ഞു സ്ക്രിപ്റ്റ് വേണം, നാളെ ഷൂട്ട് ചെയ്യണം, നാളത്തെ സീൻ വേണം എന്ന് പറഞ്ഞപ്പോൾ ശ്രീനിവാസൻ ചോദിച്ചു, ഇതിൻ്റെ കഥ എന്താണ്, എൻ്റെ മനസ്സിലിപ്പോൾ എല്ലാം ബ്ലാങ്ക് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയ ശേഷം ശ്രീനിവാസൻ കംപ്ലീറ്റ്ലി അതിൻ്റെ ഒക്കെ ഒരു ഹാങ് ഓവറിലൊക്കെയാണ്. അപ്പോൾ ശ്രീനിവാസൻ കംപ്ലീറ്റ് കഥ മറന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ കമൽ ആദ്യം തമാശയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞല്ലോ ഒന്ന് കഥയൊന്ന് പറ എന്ന് പറഞ്ഞപ്പോൾ ഇവർ ഓൾറെഡി അതിൻ്റെ ഒരു വൺലൈനൊക്കെ എഴുതി വെച്ചിട്ടുള്ളതുകൊണ്ട് കമൽ അതിലെ സീൻസും സിറ്റുവേഷൻസും എല്ലാം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അടുത്തൊരു 2-3 ദിവസം ഞാൻ അഭിനയിക്കുന്ന സീനുകളൊന്നും ഉണ്ടാവില്ല, അല്ലാതെ ഞാൻ വേണ്ടതൊക്കെ ഞാൻ തരാം എന്ന് പറഞ്ഞ് പിന്നെ ഒരു 2 ദിവസം 3 ദിവസം കൊണ്ടാണ് ശ്രീനിവാസൻ എല്ലാം എഴുതി അങ്ങ് കൊടുത്തത്. ഇത് തന്നെ വെള്ളാനകളുടെ നാട് എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചിട്ട് പ്രിയദർശൻ പറഞ്ഞിട്ടുണ്ട്. വെള്ളാനകളുടെ നാട് അഭിനയിക്കാൻ വരുന്നു, അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ശ്രീനിവാസൻ ഒറ്റ മുങ്കൽ മുങ്ങി. ഇപ്പോൾ പൊന്മുട്ടിടുന്ന താളം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ പോയതാണ്. പിന്നീട് അവിടെ ഇരുന്നു കൊണ്ട് ശ്രീനിവാസൻ രാത്രിയൊക്കെ അതിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിരുന്നു. ശ്രീനിവാസൻ അതിന് പിറ്റേ ദിവസം ഇവർക്ക് വേണ്ട സീൻസ് അത് പാലക്കാടും, പൊന്മുട്ടുന്ന താറാവ് പാലക്കാടും വെള്ളാനകളുടെ നാട് കോഴിക്കോടുമാണ്. എന്നിട്ട് ഇവിടുന്ന് രാവിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഒരു കാറിലോ ഒക്കെ പോയിട്ട് ആ സ്ക്രിപ്റ്റ് അന്ന് ഷൂട്ട് ചെയ്യാനുള്ളത് സീൻസ് ശ്രീനിവാസനടുത്ത് കളക്ട് ചെയ്യും. ഇല്ലെങ്കിൽ ശ്രീനിവാസൻ ഏതെങ്കിലും ലോറിക്കാരുടെ കയ്യിൽ കൊടുത്തുവിടും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ശ്രീനിവാസൻ സ്ക്രിപ്റ്റ് എഴുതിയിരുന്നത്. പക്ഷെ അതൊക്കെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ എല്ലാം ഹിറ്റായിരുന്നു എന്ന് തന്നെയാണ്. പിന്നെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ സിനിമകൾ എന്തുകൊണ്ട് നമുക്ക് റിപ്പീറ്റ് വാല്യൂ വരുന്നു എന്ന് പറയുന്നത് ശരിക്കും അദ്ദേഹം വളരെ റിയൽ ലൈഫ് എന്ന്, അതായത് ചിന്താവിഷ്ടയ ശ്യാമള ഞാൻ മോഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് മോഷ്ടിച്ചതാണ് എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ സന്മനസ്സുകൾക്ക് സമാധാനം എന്ന് പറഞ്ഞ സിനിമയുടെ ക്ലൈമാക്സ് അതിലൊരു 2-3 ഒരു ഡയലോഗിലൊക്കെയാണ്. അപ്പോൾ സത്യൻ അന്തിക്കാട് പറയാ ഇപ്പോൾ ക്ലൈമാക്സ് സീൻ ആയപ്പോൾ
ശ്രീനിവാസിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു ഇതൊരു ക്ലൈമാക്സ് അന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ അതിൽ 2-3 ഡയലോഗുള്ളൂ. അതായത് കടവും കടപ്പാടും ഇല്ലാത്ത ഒരു നാട്ടിലേക്ക് നമുക്ക് പോകാം എന്ന് അമ്മ മകനോട് പറയുന്ന അങ്ങനെയൊക്കെ ഒരു ഡയലോഗ്. അപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു ഇതെൻ്റെ റിയൽ ലൈഫിൽ ഞാൻ മദ്രാസിൽ നിന്ന് ഒരിക്കൽ വന്നു കഴിഞ്ഞപ്പോൾ വീട് ജപ്തിയായിട്ട് അമ്മ പറഞ്ഞ ഡയലോഗാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അദ്ദേഹം അനുഭവിച്ചതൊക്കെയാണ്, ആ ഒരു അനുഭവങ്ങളിൽ നിന്ന് വന്നുകൊണ്ടാണ്. ഇപ്പോൾ വരവേൽപ്പ് എന്ന് പറഞ്ഞ ഒരു സിനിമ റിയൽ ലൈഫിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ അനുഭവിച്ചിട്ടുള്ളതാണ്. അച്ഛനൊരു ഫാക്ടറി തുടങ്ങിയതും അത് തൊഴിലാളി സമരം വന്ന് പൂട്ടിയതും അങ്ങനെയുള്ള ഒരു എനിക്കൊരു ഫാക്ടറി അല്ല, ഒരു ബസ് തന്നെയാണ് തോന്നുന്നത്. അച്ഛൻ്റെ ബസ് തുടങ്ങുന്നതും അവിടുത്തെ ഒരു കണ്ടക്ടർ അത് അതിൻ്റെ പൈസയൊക്കെ ആയിട്ട് ഓടിപ്പോയതും കണ്ടക്ടറെ തല്ലിയതും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന സിനിമകളെല്ലാം റിയൽ ലൈഫിലാണ്. സന്ദേശം എന്ന് പറയുന്നൊരു സിനിമ അദ്ദേഹത്തിൻ്റെ അനിയൻ മറ്റൊരു പാർട്ടിക്കാരനാണ്. അപ്പോൾ ഇവർ തമ്മിൽ വീട്ടിൽ തർക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, അതൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടാണ്. അപ്പോൾ ഏതൊരു സിനിമ എടുത്തു കഴിഞ്ഞാലും അതിൽ എന്താ പറയുക, നമ്മൾ പറഞ്ഞ നമ്മൾ റിയൽ ലൈഫിൽ അല്ലെങ്കിൽ നമുക്ക് വളരെ ജീവിതഗന്ധിയായ കഥകൾ, കഥാപാത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതാനുഭവങ്ങൾ എന്ന് അദ്ദേഹം പറയുന്നത് തന്നെയാണ്. എന്തായാലും ശ്രീനിവാസനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ അന്ന് ഏതൊരു പേപ്പറിൽ എഴുതിയിട്ടുണ്ട്, ശ്രീനിവാസൻ സ്വർഗത്തിൽ പോയിട്ട് പറയുന്നുണ്ടാവും, എനിക്ക് എന്നെക്കാട്ടും എൻ്റെ കഴിവുകളൊക്കെ ഉള്ള 2 മക്കളെ ഞാൻ മലയാള സിനിമയ്ക്ക് സംഭാവന നൽകിയിട്ടാണ് ഞാൻ പോന്നിരിക്കുന്നത്, ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ അത് അവർ ചെയ്യുന്നുണ്ട്, അവർ പാട്ട് പാടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ശ്രീനിവാസൻ്റെ സിനിമകൾക്ക് മരണമില്ല എന്ന് പറഞ്ഞാൽ അന്ന് നമുക്കറിയാം എത്രയോ ആ ദിവസങ്ങളൊക്കെ TV ചാനലിൽ ശ്രീനിവാസൻ്റെ സിനിമകളായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ എവിടെ കണ്ടു, എറണാകുളത്തെ ഏതൊരു മാളിൽ, ഒരു മാളാണോ അതോ ജയലക്ഷ്മി ആണെന്ന് തോന്നുന്നു പാലാരിവട്ടത്ത്, അവർ വലിയൊരു സ്ക്രീനിൽ ശ്രീനിവാസൻ്റെ കുറച്ച് വീഡിയോസൊക്കെ വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാസ് ചെയ്ത് പോകുമ്പോഴൊക്കെ റോഡിലൊക്കെ നമ്മൾ കാണാം, അന്നത്തെ ദിവസം എല്ലാവരും ശ്രീനിവാസനെ കുറിച്ചാണ്, ശ്രീനിവാസൻ്റെ സിനിമകളെ കുറിച്ചാണ് ചർച്ച ചെയ്യാനും എല്ലാം. അപ്പോൾ ശ്രീനിവാസൻ്റെ സിനിമകൾ, നിങ്ങളുടെ ഫേവറേറ്റ് സിനിമകൾ ഒരുപാടുണ്ടാവും, അതേതാണെന്നുള്ളത് നിങ്ങൾ നമുക്ക് കമൻറ്റ് ചെയ്യാം.